ഫുക്രിയിലേക്ക് സ്വാഗതം. 2026 ഫുട്ബോൾ ലോകകപ്പ് ആരംഭിച്ചിരിക്കുന്നു. ആദ്യ മത്സരത്തിൽ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയാണ് നേരിട്ടത്. മത്സരത്തിൻ്റെ 9ാമത്തെ മിനിറ്റിൽ മെക്സിക്കോയ്ക്ക് വേണ്ടി ജൂലിയൻ കിനോനസ് ഗോളടിച്ചു. 9ാമത്തെ മിനിറ്റിൽ അങ്ങനെ മെക്സിക്കോയെ മുന്നിലെത്തിച്ചു. ജൂലിയൻ കിനോനസ് അതാരാണ് എന്നൊന്ന് നമുക്ക് നോക്കാം. ജൂലിയൻ കിനോനസ് കൊളംബിയയിലാണ് ജനിച്ചത്. പക്ഷേ അദ്ദേഹം മെക്സിക്കോയെയാണ് പ്രതിനിധീകരിക്കുന്നത്. കൊളംബിയയിൽ ജനിച്ച കിനോനസ് മെക്സിക്കോയെ പ്രതിനിധീകരിക്കാനാണ് ഇഷ്ടപ്പെട്ടത്. മെക്സിക്കോയുടെ ഭാഗമായിട്ടാണ് കളിക്കുന്നത്. 29 വയസ്സുള്ള കിനോനസ് ഇപ്പോൾ സൗദി പ്രോ ലീഗിലാണ് കളിക്കുന്നത്. അവിടെ അൽ ഖാദ്സിയ എന്ന ക്ലബിന് വേണ്ടിയാണ് കളിക്കുന്നത്. അദ്ദേഹം അത്രയൊന്നും പ്രശസ്തനായ ഒരു കളിക്കാരനല്ല. അദ്ദേഹം വലിയ ക്ലബ്ബുകൾക്ക് വേണ്ടി, യൂറോപ്യൻ ക്ലബ്ബുകൾക്കോ അങ്ങനെയുള്ള അല്ലെങ്കിൽ സ്പാനിഷ് ക്ലബ്ബുകൾക്കോ വമ്പന്മാർക്ക് വേണ്ടി ഒന്നും കളിച്ചിട്ടില്ല. അദ്ദേഹം 2023 മെക്സിക്കോയ്ക്ക് വേണ്ടി അരങ്ങേറ്റം കുറിക്കുന്നത്. ഈ കളിക്ക് മുമ്പ് 20 കളികളാണ് അദ്ദേഹം കളിച്ചിരുന്നത്. ഇത് 21ാമത്തെ മത്സരമായിരുന്നു ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഉള്ളത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം 20 മത്സരങ്ങളിൽ 2 ഗോളുകൾ മാത്രമാണ് അടിച്ചിട്ടുള്ളത് ഇതുവരെ. എന്തായാലും ചരിത്രത്തിൻ്റെ ഭാഗമാകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരിക്കുന്നു. 2026 ലോകകപ്പിലെ ആദ്യ ഗോൾ അദ്ദേഹത്തിൻ്റെ വകയാണ്, ജൂലിയൻ കിനോനസിൻ്റെ വക. കിനോനസ് അങ്ങനെ ചരിത്രത്തിൻ്റെ ഭാഗമായിരിക്കുന്നു. അദ്ദേഹം കളിച്ച ക്ലബ്ബുകളൊക്കെ 2016 അദ്ദേഹം സീനിയർ കരിയർ ആരംഭിക്കുന്നത്. ക്ലബ്ബുകൾ 2016 മുതൽ 2021 വരെ ടൈഗ്രസ് എന്ന് പറയുന്ന ഒരു ക്ലബിന് വേണ്ടിയാണ് 59 മത്സരമാണ് കളിച്ചത്. പിന്നീട് വെനോഡസ്, ബുവാപ്പ്, അറ്റ്ലസ്, അമേരിക്ക എന്നൊക്കെ പറയുന്ന സാധാരണ ക്ലബ്ബുകൾക്ക് വേണ്ടിയാണ് കിനോനസ് ഇതുവരെ കളിച്ചിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ലോക പ്രശസ്തനായിരിക്കുന്നു കിനോനസ്. കാരണം 2026 ലോകകപ്പിലെ ആദ്യ മത്സരത്തിൽ അദ്ദേഹം ഗോളടിച്ചിരിക്കുന്നു. 2017-18 കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ജന്മനാടായ കൊളംബിയയുടെ അണ്ടർ-20 ടീമിൽ അദ്ദേഹം കളിച്ചിട്ടുണ്ട്. അവിടെ 13 മത്സരങ്ങളാണ് കൊളംബിയയുടെ അണ്ടർ-20 ടീമിൽ കളിച്ചിട്ടുള്ളത്. 13 മത്സരങ്ങളിൽ 4 ഗോളാണ് അടിച്ചത്. പിന്നീട് അദ്ദേഹം സീനിയർ കരിയറിനെ മെക്സിക്കോ തിരഞ്ഞെടുക്കുകയും മെക്സിക്കോയിൽ ഇപ്പോൾ ഈ കളി അടക്കം 21 കളികളിൽ 3 ഗോളുകളാണ് അടിച്ചിരിക്കുന്നത്.